നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FA കപ്പിൽ നടന്ന ആർസനൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്റെ പൊന്നു ബ്രോ, ആർസനൽ എംബാരസിംഗ് പെർഫോമൻസ് ഫ്രം ആർസനൽ. 10 പേരുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ 1 മണിക്കൂറോളം കളിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ആർസനൽ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇന്നത്തെ സ്റ്റാറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രേസി സ്റ്റാറ്റ്. 71% പൊസിഷൻ ആർസനലിന്റെ സൈഡിൽ, 26 ചാൻസുകൾ, 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, എന്നിട്ട് പോലും ജയിക്കാൻ പറ്റിയില്ല. ഇവിടെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് കായ് ഹവേർട്സിന്റെ കാര്യമാണ്. പുള്ളിയെ ഫുട്ബോളിൽ നിന്ന് പുറത്താക്കി വല്ല ഊബർ ഡെലിവറിക്ക് വിടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അവിടെയെങ്കിലും പുള്ളി ശരിക്കായിട്ട് ടാർഗറ്റിൽ ഈ ഫുഡ് ഡെലിവറി ചെയ്യുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് ആർസനലിനെ തോൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കായ് ഹവേർട്സിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. പുള്ളി അനാവശ്യമായിട്ട് ഡൈവൊക്കെ ചെയ്ത് ഒരു പെനൽറ്റി വാങ്ങിക്കൊടുത്തു. ആ പെനൽറ്റി ആണെങ്കിൽ ഓഡിഗാർഡിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഓപ്പൺ പോസ്റ്റ് കായ് ഹവേർട്സിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതെങ്ങനെ പുറത്തേക്ക് അടിച്ച് കളയെന്ന് കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നു ഒരു ഐസക് ന്യൂട്ടന്റെ നെക്സ്റ്റ് ലെവലിലെ എക്സ്പെരിമെന്റ് ഒക്കെയാണ് പുള്ളി നടത്തുക. എന്നിട്ട് ടാർഗറ്റ് മിസ്സാക്കാൻ കായ് ഹവേർട്സിനെ കൊണ്ട് സാധിക്കുന്നുള്ളത് പുള്ളിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള കേപ്പബിലിറ്റി ആണെന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഒരുപാട് ചാൻസുകൾ ആർസനൽ മിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെക്ലൻ റൈസിന് കിട്ടിയിട്ടുള്ള 2-3 ചാൻസുകളുണ്ട്. കായ് ഹവേർട്സിന് 2 ഓപ്പൺ ചാൻസുകൾ കിട്ടി. ഇതൊക്കെ ഈസി ആയിട്ട് മിസ് ചെയ്തു. മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് സൈഡിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ 2 പേർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ഹാഫിലാണ് കംപ്ലീറ്റ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 1-2 യെല്ലോ കാർഡ് കിട്ടിയ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഡാലോട്ട്. 61-ാം മിനിറ്റിൽ പുള്ളി അൺനെസസറി ആയിട്ട് ഒരു ഫൗൾ ചെയ്യുന്നു. ഇവിടെ മാർട്ടിനല്ലിയെ പുള്ളി ടാക്കിൾ ചെയ്യാൻ പോയത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. കാരണം അത് മിസ്സായി കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ഗോളിലേക്ക് പോകുമോ, ഒരു ത്രട്ടണിങ് സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ മിഡ്ഫീൽഡിന്റെ എഡ്ജിൽ നിന്നാണ് ഈ കാര്യം തുടങ്ങുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്ലൈഡിങ് ടാക്കിളിന് വേണ്ടി പോകേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലുള്ള സ്റ്റുപ്പിഡ് മിസ്റ്റേക്കുകളാണ് യുണൈറ്റഡിന് മാച്ച് കോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. പുള്ളി സ്ലൈഡിങ് ടാക്കിൾ ചെയ്യുന്നു, അത് മിസ് ചെയ്യുന്നു, 2ാമത്തെ യെല്ലോ കിട്ടി, ഡാലോട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് പോലും യുണൈറ്റഡ് കളിയിൽ പിടിച്ചു നിന്നു. വിത്തിൻ സെക്കൻഡ്സ് ഇവിടെ ബ്രൂണോ ആദ്യം സ്കോർ ചെയ്യുന്നു. ഡാലോട്ട് പുറത്തായതിനു ശേഷം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഗബ്രിയേലിന്റെ ഒരു കിടിലും ഷോട്ട് വരുന്നു. അങ്ങനെ ആർസനൽ 1-1 എന്ന രീതിയിൽ സമനിലക്കൊപ്പം എത്തുകയും ചെയ്തു. ഈ സമയത്ത് കളി ആർസനലിന്റെ കയ്യിലായിരുന്നു. അവർക്ക് ജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരുന്നു. എടുത്തു പറയേണ്ടത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പെനാൾട്ടിയാണ്. റഫറീനൊക്കെ എടുത്ത് കുളത്തിലിടണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ മഗ്വയറിന്റെ റിയാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാരണവശാലും അത് പെനാൾട്ടി അല്ല. അവിടെ കായ് ഹവേർട്സ് ഡൈവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി വാറില്ല, റീപ്ലേ ഇല്ല. ഇത് മുതലാക്കിക്കൊണ്ട് കായ് ഹവേർട്സ് ആ ഒരു ഡൈവ് നടത്തി പെനാൾട്ടി വാങ്ങിക്കൊടുത്തു. എടുത്തു പറയേണ്ട ഒരു പ്ലെയർ, യുണൈറ്റഡിനെ രക്ഷിച്ചിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ബയൻദീറിന്റെ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഗോഡ് ലെവൽ പെർഫോമൻസ് ആണ് ബയൻദർ ഇന്ന് പുറത്തെടുത്തിട്ടുള്ളത്. പുള്ളി ഇന്ന് ഓഡിഗാർഡിന്റെ പെനാൾട്ടി സേവ് ചെയ്തു. പെനാൾട്ടി ഷൂട്ടൗട്ടിൽ കായ് ഹവേർട്സിന്റെ പെനാൾട്ടി വീണ്ടും സേവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓവറോൾ പെർഫോമൻസ് കൊണ്ടുവരാൻ ബയൻദീർ ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചു. അത് തന്നെയാണ് യുണൈറ്റഡ് കളിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. പൊനാന പുറത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇങ്ങനെയൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തത് പുള്ളിയെ നമ്മൾ പ്രശംസിച്ചേ മതിയാവൂ. അതിനുശേഷവും ആർസനലിൽ ചാൻസുകൾ വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഹാവേർട്സിന്റെ ഓപ്പൺ ചാൻസ് കിട്ടി, പുള്ളി പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ഡെക്ലൻ റൈസിന്റെ ചാൻസ് വന്നു, അത് മിസ് ചെയ്തു. ട്രൊസാർഡിന് ചാൻസ് ഉണ്ടായിരുന്നു, അത് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ യുണൈറ്റഡിന്റെ ഡിഫെൻഡിങ്ങിനെ പറ്റി പറയേണ്ടതുണ്ട്. എല്ലാ പ്ലേയേഴ്സും കൂട്ടത്തോടെ നിന്ന് ഒരു ടീമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഫസ്റ്റ് 90 മിനിറ്റ്സ് അവസാനിച്ചു. 1-1 എന്ന രീതിയിൽ മുമ്പോട്ട് പോയി. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് കളി വന്നു. ആ സമയത്തും അഡ്വാൻറ്റേജ് ആർസനൽ തന്നെയായിരുന്നു. അമാദ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നു, സിക്സെ വന്നു. ഇവർ 2 പേരും എനിക്ക് തോന്നുന്നു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നത്.
സിക്സയുടെ 1-2 ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡ്രിബ്ലിങ്ങും ഫൈനൽ തേർഡിലേക്കുള്ള പോക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയേണ്ടി വരും. പുള്ളി കൊടുത്തിട്ടുള്ള 1-2 പാസുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലോസ് റേഞ്ചിലുള്ള 2-3 ചാൻസുകൾ യുണൈറ്റഡിന് എക്സ്ട്രാ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കളിയിൽ പിടിച്ചു നിൽക്കാൻ ആർസണലിന് സാധിച്ചു. അവർ വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്തെ നമുക്കറിയായിരുന്നു ഇതൊരു ഡിസാസ്റ്ററിലേക്കുള്ള പോക്കാണ്. അവസാന നിമിഷമൊക്കെ കളി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഒക്കെ കിട്ടി. പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ ആർസണലിലെ പ്ലേയേഴ്സിനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ എക്സ്ട്രാ ടൈം കഴിഞ്ഞു. കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യങ് പ്ലേയേഴ്സിനൊക്കെയാണ് അമോറിം പെനാൽറ്റി അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അമാദ് ഉണ്ടായിരുന്നു, എനിയോറോ ഉണ്ടായിരുന്നു, സിക്സെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെനാൽറ്റി എടുക്കുകയും ചെയ്തു. ആ സമയത്താണ് കായ് ഹവേർട്സ് ശരിക്കും പറഞ്ഞാൽ പെനാൽറ്റി എടുക്കാൻ വരുന്നത്. പുള്ളിയുടെ ആ ഷോട്ടിന് വേണ്ടത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഒരു പ്ലേസ്മെന്റ് ഷോട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ബയന്തീറിന്റെ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്കുള്ള ഡൈവും സേവുമാണ് നമ്മൾ കണ്ടത്. അതോടുകൂടി അഡ്വാൻറ്റേജ് യുണൈറ്റഡ്. പിന്നീടുള്ള എല്ലാ ഷോട്ടുകളും യുണൈറ്റഡ് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ആർസണലിനെ FA കപ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ, അവർ അടുത്ത റൗണ്ടിലേക്ക് പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരബാവ് കപ്പിൽ ന്യൂകാസിനെതിരെയുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. അതിന്റെ സെക്കൻഡ് ലെഗ് നടക്കാനുണ്ട്. പക്ഷേ ഫസ്റ്റ് ലെഗിൽ ഒരു വമ്പിച്ച തോൽവിയാണ് ആർസണൽ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ FA കപ്പിൽ നിന്ന് പുറത്തു പോയി ഇത്രയ്ക്കും ചാൻസുകൾ കിട്ടിയിട്ട് പോലും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നു ആർസണൽ, എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഡൊമസ്റ്റിക് കപ്പ് ഒക്കെ കൈവിടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.